Okay, good morning. Morning, sir. ബോർഡൊക്കെ ക്ലിയർ ആണോ? ശരിക്കും കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം ടീച്ച്മെന്റിൽ എനിക്ക് അത്ര പരിചയമില്ല, ഇന്ന് ഫസ്റ്റ് തുടങ്ങുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ക്ലാസ് തുടങ്ങാം നമുക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ചെയ്തതെന്ന് പറയൂ? Find the range of each of the following function and fx is equal to 2 minus 3x. x square plus 2. x square plus 2 ചെയ്തോ? രണ്ട് ക്വസ്റ്റ്യൻ ആയില്ല. അത് ഒന്നേ ചെയ്തിട്ടുള്ളൂ അല്ലെ? 2 minus 3x. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Find the domain and range. Find the domain of the function. Find the domain of the function. F of x equal to x square plus 3x plus 5 divided by x square minus 5x plus 4. x square plus 3x plus 5 divided by x square minus 5x plus 4. ഇതിന്റെ ഡൊമൈൻ ആണ് കാണേണ്ടത്. ഡൊമൈൻ എന്ന് പറയുമ്പം എന്തിന്റെ വാല്യൂസാ കാണേണ്ടി? എക്സിന്റെ വാല്യൂസ്. എക്സിന് കൊടുക്കാൻ പറ്റാവുന്ന വാല്യൂസുകൾ, അതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റുന്നതാണ് അറിയേണ്ടത്. അപ്പൊ ഇതിന് ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്, റാഷണൽ ആണിത്. റാഷണൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന രൂപത്തിൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽസ് ആണ്. നമ്മളിവിടെ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അത്രേ പ്രശ്നമുള്ളൂ. എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോ ഈ എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് ഈ ഡിനോമിനേറ്റർ 0 ആവുന്നത് നോക്കിയാൽ മതി. ഒരുപക്ഷെ ചിലപ്പോ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഡിനോമിനേറ്റർ 0 ആവില്ല. അപ്പൊ ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 ആണ്. ഇത് 0 വരുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, 0 വരുന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് നമ്മൾ ഒഴിവാക്കണം. ആ എക്സിന്റെ വാല്യൂസ് അതിന് പറ്റില്ല. അപ്പോ ഇവിടെ ഇത് 0 ആവുന്നത് എപ്പോഴാണെന്ന് കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ആ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സംഭവം. ഓക്കെ, ഇത് നമുക്ക് എക്സ് കണ്ടെത്തണം. എങ്ങനെ എക്സ് കണ്ടെത്തുക? എക്സ് സ്ക്വയർ മൈനസ് 5 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. അതിനേക്കാൾ എളുപ്പമുള്ള ഒരു പരിപാടി ഉണ്ട്. നമ്മള് പോളിനോമിയൽ എന്ന ചാപ്റ്ററിൽ പഠിച്ച് ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഇട്ടിട്ട് 0 എഴുതും. എന്നിട്ട് ഇവിടെ എക്സ്, ഇവിടെ എക്സ്. കാരണം എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ. ഇനി ഇവിടെ 2 നമ്പർ എഴുതണം. ഇവിടെ 2 സ്ഥലത്ത് ഇവിടെ 2 നമ്പർ എഴുതണം. ഓക്കെ, ആ നമ്പർ പിന്നെ
ഈ നമ്പർ ഇവിടെ എഴുതുമ്പോൾ മൾട്ടി ചെയ്യുമ്പോൾ 4 കിട്ടണം. ഓക്കെ, അപ്പൊ പറയൂ, ഇവിടെ നമ്മൾ ഏത് നമ്പർ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടുന്ന ഏത് നമ്പർ ഏതാ? 1 ഉം 4 ഉം. 1 ഉം 4 ഉം. 1 ഉം 4 ഉം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 4 തന്നെയാ. പക്ഷെ ആഡ് ചെയ്താൽ -5 വരണം. അപ്പൊ ഇവിടെ ഏത് നമ്പർ ഏതുണ്ട്? -1 -4. കാരണം -1 ഉം -4 ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആണ്. കണ്ട ഈ 4 -1 ഉം -4 ഉം ആഡ് ചെയ്താല് -5 ആണ്. അപ്പൊ കറക്റ്റ് ആയി. അപ്പൊ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോ ഇതിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ പെട്ടെന്ന് എഴുതി. x = 1 ഉം x = 4. ഈ -1 ആണെങ്കിൽ +1, -4 ആണെങ്കിൽ +4, +4 ആണെങ്കിൽ -4. അപ്പൊ ഇതിന് എക്സിന്റെ വാല്യൂ കിട്ടിയതിന്റെ മീനിങ് എന്താ അറിയോ? എക്സിന് 1 എന്ന് കൊടുത്താലും 4 എന്ന് കൊടുത്താലും ഇതിന്റെ വാല്യൂ 0 ആകും എന്നുള്ളതാണ്. ഓക്കെ, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാലും എക്സിന് 1 എന്ന് കൊടുത്താലും x = 4 എന്ന് കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂ 0 ആകും. അപ്പോ ഇവിടെ ഇതിന്റെ വാല്യൂ 0 ആകുന്ന എക്സിന്റെ വാല്യൂസ് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ എക്സിന് എല്ലാ വാല്യൂസും കൊടുക്കാം. ഡൊമൈൻ എഴുതുമ്പോൾ എക്സിന് എല്ലാ വാല്യൂസും കൊടുക്കാം, അതായത് എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കാം. പക്ഷെ ഈ 1 ഉം 4 ഉം കൊടുക്കാൻ പറ്റില്ല. 1 ഉം 4 ഉം കൊടുത്താൽ ഈ ഒരു എക്സ്പ്രഷൻ 0 ആയിട്ട് മാറും. അതുകൊണ്ട് 1 ഉം 4 എന്ത് ചെയ്യാം? നമുക്ക് ഈ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഒഴിവാക്കാം. ഇതൊരു സെറ്റ് ആണ്, അതുകൊണ്ടാണ് ഇതും സെറ്റ് ആക്കിയിട്ട് ഡൊമൈൻ = എല്ലാ റിയൽ നമ്പേഴ്സും പറ്റും. പക്ഷെ എക്സിന്റെ വാല്യൂ 1 ഉം 4 ഉം. അപ്പൊ ഇത് ഈ എക്സ്പ്രഷൻ 0 എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ നിങ്ങൾ പറഞ്ഞ പോലെ -b +or- അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഓക്കെ, ഡൊമൈൻ കണ്ടെത്തുക. ഡൊമൈൻ കണ്ടെത്തുമ്പോൾ നമുക്ക് r = -0 എന്ന് കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കാണും. എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല, എക്സിന്റെ വാല്യൂ കിട്ടിയാൽ മതി. അപ്പൊ ഈ 1 ഉം 4 ഉം ഇതിൽ കൊടുക്കാൻ പറ്റില്ല എന്നാ മീനിങ്. അതുകൊണ്ട് ആ 1 ഉം 4 ഉം അതിൽ നിന്ന് ഒഴിവാക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എഴുതിയിട്ടുള്ളൂ. അത് എഴുതി കഴിഞ്ഞവര് അടുത്ത പ്രോബ്ലം എഴുതിക്കോളൂ. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ. Find the domain of the function f of x = ഒന്നാമത്തത് f of x = x² + 2x + 1 divided by x² - 8x + 12. Second question, f of x = x² + 3x - 1 divided by x² + x + 1.
ഓക്കെ, ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. കിട്ടിയോ? ഒന്നാമത്തെ കിട്ടിയോ? എത്ര കിട്ടി? 6 and 2. 6ഉം 2. 6ഉം 2 ആയിരിക്കും ആദ്യത്തെ ആൻസറിൽ വരിക. ഫസ്റ്റ് വൺ x² മൈനസ് 8x പ്ലസ് 12 = 0. നമ്മൾ ചെയ്യുമ്പോൾ ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെയാകുമ്പോ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് പരിപാടി ചെയ്യും. 2ഉം 6ഉം ആണ് വരിക. 2ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആണ്. 2ഉം 6ഉം ആഡ് ചെയ്താൽ 8 ആണ്. അപ്പൊ ഇത് രണ്ടും മൈനസ് ആക്കിയാൽ മതി. -2 -6 പറയുന്നത് -8 ആണ്. അപ്പൊ x = 2 എന്നും 6 എന്നും കിട്ടും. അതുകൊണ്ട് ഡൊമൈൻ = എല്ലാ റിയൽ നമ്പേഴ്സും പറ്റും, പക്ഷെ 2ഉം 6ഉം പറ്റും. ഓക്കെ, രണ്ടാമത്തത് രണ്ടാമത്തെ ആക്കി കിട്ടിയോ? വണ്ണാണോ? വണ്ണും 1 കൊടുത്ത് നോക്കൂ. അപ്പൊ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ 0 ആവണം. 1² + 1 + 1 അത് 3 അല്ലേ ആവുക? അപ്പൊ നമ്മളെ പറയൂ. അതിന്റെ ആൻസർ 0 കിട്ടൂലല്ലോ ഏത് കൊടുത്താലും. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അതായത് നമ്മളിപ്പോ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തു അല്ലെ? അപ്പൊ x² + x + 1 = 0. അപ്പൊ നോക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ കൂടരുത്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം, അതായത് എക്സിന്റെ വാല്യൂ ചിലപ്പോ ഫ്രാക്ഷൻ ആയിട്ടൊക്കെ നിൽക്കും.
അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ ഇങ്ങനെ പിന്നെ ഫാക്ടർ ആക്കിയിട്ട് എഴുതാൻ കഴിയില്ല. അപ്പൊ ജസ്റ്റ് നോക്കുക ഇതേപോലെ ചെയ്യാൻ പറ്റുമോ. പറ്റൂലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി ബി സ്ക്വയർ മൈനസ് 4ac ഒന്ന് കാണും, എന്നിട്ട് മതി മൈനസ് ബി പ്ലസ് 4 മൈനസ് ഉപയോഗിച്ചിട്ട് ചെയ്യല്. ബി സ്ക്വയർ മൈനസ് 4ac ഒന്ന് കാണാം. ബി സ്ക്വയർ പറയുമ്പോൾ ഇവിടെ 1 സ്ക്വയർ ആണ്. മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു 1 ഈക്വൽ ടു 1 മൈനസ് 4 ഈക്വൽ ടു മൈനസ് 3. ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് എവിടെ എഴുതില്ല? നമ്മൾ റൂട്ടിന്റെ ഉള്ളിലല്ലേ. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ എഴുതുന്നത് ആൻസർ -3 എന്നാ കിട്ടിയത്. റൂട്ടിന്റെ ഉള്ളിൽ -3 വന്നു കഴിഞ്ഞാൽ എന്താവും? കോംപ്ലക്സ് നമ്പർ ആവും. നമ്മൾ പഠിക്കുന്നത് റിയൽ ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും 0 ആകും. ഇതിന്റെ വാല്യൂ 0 ആകും. പക്ഷേ അത് കോംപ്ലക്സ് നമ്പർ ആകുമ്പോഴേ ഉണ്ടാവുള്ളൂ. കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ മാത്രമേ ഇതിന്റെ വാല്യൂ 0 ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും 0 കിട്ടൂല. അതിനെ ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടും. എങ്ങനെ അറിയോ? നോക്കൂ, ഈ എക്സിനേക്കാൾ എന്തായാലും വലുതല്ലേ എക്സ് സ്ക്വയർ. നമ്മൾ ഈ എക്സിന് നെഗറ്റീവ് നമ്പർ കൊടുത്താലും എക്സിനേക്കാൾ വലുതായിരിക്കും എക്സ് സ്ക്വയർ, ഉറപ്പാണ്. മാത്രമല്ല ഇത് പോസിറ്റീവും ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് ഇത് വലുതായതുകൊണ്ട് ഇത് ചെറുതും ആയതുകൊണ്ട് ഇത് രണ്ടും ആഡ് ചെയ്താൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് രണ്ടും ചെയ്താൽ പോസിറ്റീവ് കിട്ടുക. പോസിറ്റീവിന്റെ കൂടെ ഒരു 1 കൂട്ടിയാൽ വീണ്ടും പോസിറ്റീവ് കിട്ടുള്ളൂ, 0 കിട്ടൂല. അതുകൊണ്ട് എക്സിന് ഏതെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടില്ല. അതുകൊണ്ട് ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിന് ഏത് വാല്യൂ നമുക്ക് കൊടുക്കാവുന്നതാണ്. എക്സിന് വേറെ ഏത് വാല്യൂ കൊടുത്താലും 0 ആവില്ല. ഒരിക്കലും ഇത് 0 ആവില്ല. 0 ആവണമെങ്കിൽ കോംപ്ലക്സ് നമ്പർ കൊടുക്കേണ്ടി വരും. എക്സിന്റെ സ്ഥാനത്ത് i-നോ 2i+1 അങ്ങനെയുള്ള കോംപ്ലക്സ് നമ്പറുകൾ കൊടുത്തെങ്കിൽ മാത്രമേ എന്താകുള്ളൂ, ഇത് 0 ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇഫ് നമ്മള് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇങ്ങനെ ചെയ്യാണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, find f of 1.1 minus f of 1 divided by 1.1 minus 1. f of x തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് കാണേണ്ടത്. f of 1.1 minus f of 1 divided by 1.1 minus 1. അപ്പൊ ആൻസർ ഇതാണ് കാണേണ്ടത്. ഈക്വൽ ടു എന്താണ്? f of 1.1. f of 1.1 ഒരു അശ്വതി മാത്രമേ ഉള്ളൂ ഇതില്, വേറെ ആരും ഇല്ലേ? ഓക്കെ. അപ്പോ എഫ് ഓഫ് എക്സ് പറഞ്ഞാല് എക്സിന്റെ സ്ക്വയർ ആണ്. അപ്പൊ എഫ് ഓഫ് 1.1 പറഞ്ഞാൽ 1.1 സ്ക്വയർ. അതേപോലെ എഫ് ഓഫ് 1 പറഞ്ഞാൽ എഫ് ഓഫ് 1 പറഞ്ഞാൽ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1.1 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 0.1 ആയിരിക്കും നമുക്ക് കിട്ടുക. That is equal to 1.1 square 1.21 minus 1 divided by 0.1.
that is equal to 1.21 ൽ നിന്ന് 1 കുറച്ചാൽ 0.21 divided by 0.1. ഇനി എന്ത് ചെയ്താൽ മതി? 0.21 എന്ത് ചെയ്യണം? 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. എഴുതിയെടുക്കുക, എന്നിട്ട് ലാസ്റ്റ് ഡിവൈഡ്. 21 അല്ല ആൻസർ. 21 ആവൂല. 21 ആവൂല കേട്ടോ. 0.1 ആണോ? 0.1. 2.1. 2.1. അത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അരിച്ചു നോക്കുക. നമ്മൾ ഇക്കൊല്ലം മുതൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, കാൽക്കുലേറ്റർ ഉപയോഗിച്ചാണ് കേട്ടോ. ഇനി പിന്നെ ഈ എൻട്രൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ എന്താ ചെയ്യാം? 0.21 ഡിവൈഡഡ് ബൈ 0.1 ആണ്. അപ്പോ ഈ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്. അപ്പൊ ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ആക്കുക. 2 നമ്പർ ആക്കാൻ ഒരു പണിയില്ല. ഇവിടെ 0 ചേർക്കാം. ഇവിടെ എത്ര 0യും ആണെങ്കിൽ ചേർക്കാം. ഇപ്പൊ 21/10 എന്ന് ഇതിനെ എഴുതാവുന്നതാണ്. 21/10 എന്ന് പറഞ്ഞാൽ 2.1. അങ്ങനെയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Find the domain and the range of the real function. Find the domain and range of the real function. F of x equal to root of x minus y. F of x equal to root of x minus 1. ഇതിന്റെ ഡൊമൈനും വേണം, റേഞ്ചും വേണം. ഓക്കെ, ആദ്യം നമുക്ക് ഡൊമൈൻ എഴുതണം, അത് കഴിഞ്ഞിട്ട് റേഞ്ച്. ഒന്നും ചെയ്യാനൊന്നുമില്ല, പക്ഷെ നമ്മള് ചിന്തിക്കാനുണ്ട്. പറയൂ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റാവുന്ന വാല്യൂസുകളാണ് അല്ലെ? അപ്പോ എക്സിന് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസുകൾ പറഞ്ഞോളൂ. എക്സിന് അവിടെ എന്തൊക്കെ വാല്യൂസുകൾ കൊടുക്കാൻ പറ്റും? റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. 0 1 to infinity. വെരി ഗുഡ്. 1 to infinity. 1 പറ്റോ ഇല്ലേ? 1 പറ്റോ? എക്സിന് 1 കൊടുക്കാൻ പറ്റും. അപ്പൊ 1 കൊടുത്തു കഴിഞ്ഞാൽ 0 ആവുള്ളൂ, പ്രശ്നമില്ല. പക്ഷെ 1ന്റെ താഴെ കൊടുക്കാൻ പറ്റില്ല. 1ന്റെ താഴെ കൊടുക്കുമ്പോ 0 കൊടുത്താൽ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വരും. 1 ആണ് മിനിമം കൊടുക്കാൻ പറ്റുള്ളൂ. 1ന്റെ മുകളിലോട്ട് എത്ര കൊടുത്താലും പ്രശ്നമില്ല. 2 കൊടുത്താൽ 2 - 1, 3 കൊടുത്താൽ 3 - 1, 8 കൊടുത്താൽ 8 - 1. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 1 മുതൽ മുകളിലോട്ട് കൊടുക്കുക. 1 കൊടുത്താൽ 0 ആവുള്ളൂ, അത് പ്രശ്നമില്ല. പക്ഷെ 1ന്റെ താഴെ കൊടുത്താൽ 0 കൊടുത്താൽ 0 - 1, അത് -1 ആണ്. റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. അതുകൊണ്ട് 1 മുതൽ ഇൻഫിനിറ്റിന്റെ അവിടെ നമ്മൾ ഈ ബ്രാക്കറ്റ് ആണ് കൊടുക്കുക. 1 ഉണ്ട്, അതുകൊണ്ട് ആ 1ന്റെ അവിടെ ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനി റേഞ്ച് പറയും. ഹോൾ നമ്പർ ആണോ? ഹോൾ നമ്പർ അല്ല. ഇപ്പം എക്സിന് നമ്മളെ 3 എന്നാണ് കൊടുക്കണമെങ്കിൽ 3 - 1 എന്ന് പറയുന്ന റൂട്ട് 2 അല്ലേ? ഇതെന്ത് ഹോൾ നമ്പറാ? ഇത് റാഷണൽ നമ്പർ അല്ലേ? നാച്ചുറൽ നമ്പർ പറ്റോ? നാച്ചുറൽ നമ്പർ അതല്ല. നാച്ചുറൽ നമ്പർ എഴുതാൻ പറ്റില്ല, കാരണം റൂട്ട് 2 ഒക്കെ ഉത്തരം വരുന്നുണ്ടല്ലോ. ഇപ്പൊ എക്സ് നമ്മൾ 3 കൊടുക്കുമ്പോഴേ 3 - 1 പറയുന്ന റൂട്ട് 2 അല്ലേ? അപ്പോ ഈ റേഞ്ചില് ഇതിന്റെ വിലയില് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസുകളാണിത്. റേഞ്ച് പറയുന്നത് അങ്ങനെ എക്സിന് വില കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളാണ്. അപ്പൊ റൂട്ട് 2 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് അല്ല. നാച്ചുറൽ നമ്പേഴ്സും വരാം. ഇപ്പൊ നോക്കൂ, റൂട്ട് എക്സിന് ഞാന് 10 എന്ന് കൊടുത്താൽ 10 - 1 റൂട്ട് 9 ആണ്. റൂട്ട് 9 പറയുന്നത് 3 ആണ്. അപ്പൊ 3 ഒക്കെ നാച്ചുറൽ നമ്പേഴ്സും വരുന്നുണ്ട്.
റിയൽ നമ്പേഴ്സ് മൈനസ് ബ്രാക്കറ്റ്സ് ഇങ്ങനെ എങ്ങനെ റിയൽ നമ്പേഴ്സ് എന്നിട്ട് മൈനസ് ഇടുക ഓപ്പൺ ബ്രാക്കറ്റിൽ -∞ to -1 എഴുതിക്കൂടെ? അതായത് എല്ലാ റിയൽ നമ്പേഴ്സിൽ നിന്നും ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ √2 എവിടുന്ന് കിട്ടും? അതുണ്ട് എക്സ് മൈനസ് ∞ പറഞ്ഞോ -∞ ശരിയാണ്, പറയൂ. 0 0 ഉണ്ടോ ഇല്ലേ? 0 ഒഴിവാക്കണോ വേണ്ടേ? ഇല്ല, അതുകൊണ്ട് ഓപ്പൺ അല്ലേ ഇത്? ഓപ്പൺ ഇങ്ങനെ എഴുതിയാൽ മതി, അത് കറക്റ്റ് ആണ്. ഇത് എല്ലാവർക്കും മനസ്സിലായിക്കോളുന്നില്ല. നോക്കൂ, ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ പ്ലസ് ഉള്ളത്, അതുകൊണ്ട് ഇതിന്റെ ആൻസർ പോസിറ്റീവ് അല്ലാതെ വേറെ ഏതും വരൂല. ഇതിന്റെ ആൻസർ നെഗറ്റീവ് വരണമെങ്കിൽ ഇങ്ങനെ എഴുതണം, -√, എന്ന് എഴുതണം, എങ്കിലേ ഉത്തരം നെഗറ്റീവ് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അതിന്റെ ആൻസർ പോസിറ്റീവ് ആണ്. ഈ √9 കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ √9 എഴുതിയ 3 മാത്രമേ എഴുതാൻ പാടുള്ളൂ. എന്നാൽ ചില സമയത്ത് +or- ഉണ്ടാവും, അപ്പോഴേ +or-, വെറും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 3 മാത്രമേ എഴുതുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇനി 0 വരുമോ എന്ന് ചെക്ക് ചെയ്യണം. 0 വരുമല്ലോ, കാരണം എക്സിന് 1 എടുത്താൽ 0 അല്ലേ ആൻസർ. അതുകൊണ്ട് 0 എന്ന ആൻസർ വരും. പിന്നെ മുകളിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ 10 കൊടുത്താൽ നമ്പർ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. എക്സിന് നമ്മൾ 1ന്റെ മുകളിലെ ആൻസർ കൊടുക്കണം. അതുകൊണ്ട് ഈ 0 മുതൽ അങ്ങോട്ട് പോയിക്കൊണ്ട് ഇപ്പൊ 100 കൊടുക്കുകയാണ്, 101 കൊടുക്കുകയാണ്. അപ്പൊ എക്സിന് 101 കൊടുത്തു കഴിഞ്ഞാൽ 101 1 കുറച്ചാൽ 100. അപ്പൊ √100 10 ആണ്. അപ്പൊ 0 മുതൽ ∞ വരെയുള്ള ഏത് ആൻസറും, ഓക്കെ, 0 മുതൽ മുകളിലോട്ടുള്ള ഏത് ആൻസറും ഇവിടെ വരും കേട്ടോ. അതാണ് ഇതിന്റെ ആൻസർ. ഇത് എഴുതാൻ കുറച്ചുള്ളൂ, പക്ഷെ മനസ്സിലാക്കിയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ റൂട്ട് വരുമ്പോ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് വരിക എന്നുള്ള കാര്യം പ്രത്യേകം. Another question. Let f equal to ordered pair x square plus x square by 1 plus x square such that x belongs to R. Find range of f. Find the range of f. ഇതിന്റെ range ആണ് കാണുന്നത്. Find the range of f. ശ്രദ്ധിക്കുക, ഈ ചോദ്യം റേഞ്ച് മാത്രമേ ചോദിക്കൂ. അപ്പൊ റേഞ്ച് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പക്ഷെ ഇതിന്റെ ഡൊമൈൻ എന്തായിരിക്കും? ഇവിടെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഓർഡേഡ് പെയർ ആയിട്ടാണ് തന്നിരിക്കുന്നത് എഫ്. സാധാരണ നമ്മൾ f(x) ഇങ്ങനെയൊക്കെ തരാറുള്ളത്. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെ f(x) ഇപ്പൊ ഏതാണ് f(x) കിട്ടണ്ടേ നമുക്ക്, എന്നാലല്ലേ ഡൊമൈൻ റേഞ്ച് കാണാൻ പറ്റുള്ളൂ. ഏതാണ് f(x)? ഓർഡേഡ് പെയറിലെ സാധാരണ നമ്മള് x, y എന്നല്ലേ ഇതില്, ആ y-ന്റെ സ്ഥാനത്താ ഇത് കിടക്കണത്. y തന്നെയല്ലേ f(x). അപ്പൊ f(x) ഇതാണ്. അപ്പൊ ഇവിടെ കിടക്കുന്നതായിരിക്കും എല്ലായ്പ്പോഴും ഓർഡേഡ് പെയർ എഴുതുമ്പം ഇവിടെ കിടക്കുന്നതാണെന്ത് എല്ലായ്പ്പോഴും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡൊമൈൻ ചോദിച്ചിട്ടില്ല അല്ലെ? പറയൂ, ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ ചോദിക്കുകയാണെങ്കിൽ ഡൊമൈൻ എന്താ വരിക? ആർ. എല്ലാ റിയൽ നമ്പേഴ്സും ഈ എക്സിന് കൊടുക്കാം, കാരണം ഒരിക്കലും 0 ആവില്ല. കാരണം ഈ x² ഒരു പോസിറ്റീവ് ആണ്.
ആ പോസിറ്റീവിന്റെ കൂടെ ഒരു പോസിറ്റീവ് കൂട്ടിയാൽ പോസിറ്റീവ് തന്നെ കിട്ടുള്ളൂ. ഒരിക്കലും ഇത് നെഗറ്റീവ് ആവില്ല, സീറോ ആവില്ല. അതുകൊണ്ട് എല്ലാ റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ ചോദിച്ചില്ല. ഇനി നമുക്ക് ഇതിന്റെ റേഞ്ച് കാണും. റേഞ്ച് എന്ന് പറഞ്ഞാല് ഇതിന്റെ ടോട്ടൽ വാല്യൂ ആണ്. അതായത് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് റേഞ്ച് പറയണത്. എക്സിന്റെ വാല്യൂ ആണ് ഡൊമൈൻ. എക്സിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞ എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കുക. ഒരു റിയൽ നമ്പർ കൊടുത്താൽ ഇതൊരിക്കലും സീറോ ആവില്ല. ആ 1 പ്ലസ് എക്സ് സ്ക്വയർ സീറോ ആവുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു റൂട്ട് -1 ആണ്. എന്താ റൂട്ട് -1? റൂട്ട് -1 എന്താ? ഐ അല്ലേ? വേറെ ആരും ഇല്ലല്ലേ? ഒന്നും പറയുന്നില്ല, അശ്വതി മാത്രം പറയുന്നത്. ഓക്കെ, അപ്പോ റൂട്ട് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആണ്. അപ്പൊ അത് കോംപ്ലക്സ് നമ്പർ ആണെങ്കിലേ ഇത് സീറോ ആവുള്ളൂ. ഈ 1 പ്ലസ് കഴിഞ്ഞിട്ട് ഇവിടെ ഐ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 -1 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. പക്ഷെ എക്സിന് കോംപ്ലക്സ് നമ്പർ കൊടുത്തെങ്കിലേ സീറോ ആകുള്ളൂ. റിയൽ നമ്പർ ഏത് കൊടുത്താലും സീറോ ആവില്ല. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ ആണ്. ഇതിന്റെ വാല്യൂ ആണ്. ഇപ്പൊ ഞാൻ വട്ടിട്ടിരിക്കുന്ന ഇതിന്റെ വാല്യൂ എന്താണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഈ എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്, ഈ എക്സ് സ്ക്വയറും പോസിറ്റീവ് ആണ്, ഈ 1ഉം പോസിറ്റീവ് ആണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഇതിന്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത് ചോദിക്കട്ടെ, സീറോ ഉണ്ടാവും ആൻസറിൽ? റേഞ്ചിൽ സീറോ ഉണ്ടാവും? ഇല്ല. അതെന്തേ? ഞാനേ എക്സിന്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. 1 പ്ലസ് 0 സ്ക്വയർ. ഇപ്പൊ എന്താ കിട്ടുക? 0 സ്ക്വയർ ആണോ? 0 അല്ലേ? 0/1 ആണോ? 0 അല്ലേ? അപ്പൊ എക്സിന് 0 എന്ന് കൊടുത്താൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ 0 ഉണ്ട്. 0 മുതലാണ് ഇതിന്റെ വാല്യൂ തുടങ്ങുന്നത്. 0 ഉണ്ട്. 0 മുതലാണ് ഇതിന്റെ റേഞ്ച് തുടങ്ങുന്നത്. ഡൊമൈൻ ചോദിച്ചില്ല, ഇതിന്റെ വാല്യൂ. അപ്പൊ ഇതിന്റെ വാല്യൂ 0 മുതൽ തുടങ്ങാൻ എക്സിന് 0 കൊടുത്താൽ ആൻസർ 0 ആണ്. ഇനി എത്രത്തോളം പോകും? കുറെ ഇൻഫിനിറ്റി വരെ പോകുമോ, അതോ കുറച്ചേ പോകുള്ളൂ? എങ്ങനെയാ? ഇൻഫിനിറ്റി അല്ലേ? ആണോ? ഉറപ്പിച്ചോ? ഇപ്പോ ഇൻഫിനിറ്റി വരെ പോകുന്നു പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതിന്റെ വാല്യൂ 2 വരാന്നുള്ളതാണല്ലേ. ഇതിന്റെ വാല്യൂ 2 വരാന്നുള്ളത്. കാരണം 0 മുതൽ മുകളിലോട്ട് പോകുമ്പോൾ 2 ആൻസർ ഉണ്ടാവുന്ന അതിന്റെ മീനിങ് അല്ലെ. അപ്പോ എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ സമയം 2 കിട്ടുന്നില്ല. അപ്പൊ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 2 × 1 2 പ്ലസ് 2x സ്ക്വയർ ഇങ്ങനെ വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2x ഈ എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാല് ഈ ഭാഗത്ത് എക്സ് സ്ക്വയർ, ഈ 2 ഇങ്ങോട്ട് പോയത് -2 എന്നാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് -2 എന്നാണ് വരുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ കോംപ്ലക്സ് നമ്പർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞ 2 ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ 0 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ തെറ്റാണ്. അത്രയൊന്നും എത്തുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ന്യൂമറേറ്റർ എത്രയാണോ അതിനേക്കാൾ 1 കൂടുതലല്ലേ താഴെ? ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന പോലെ 99/100. ഇതിനേക്കാൾ 1 കൂടുതലാണ് ഇവിടെ. ഇതിനേക്കാൾ 1 കൂടുതലാണ്. 1 കൂട്ടിയതാണ് ഇത്. 99/100 അല്ലെ? ഈ 99/100 1 ആകും. 0.99 ആണ്. ശരിയല്ലേ? ഓക്കെ, മുകളിലുള്ള നമ്പറിനേക്കാൾ താഴെ 1 കൂടുതലാണ്. അപ്പൊ 1 കിട്ടും. 1 കിട്ടുമോ? ഇല്ല, 1 തന്നെ കിട്ടൂല. കാരണം ഇപ്പൊ ഇങ്ങനെ മുകളിൽ 1 ആണെങ്കിൽ താഴെ 2. ഇത് 0.5 ആയിട്ടുള്ളൂ. ഒരിക്കലും 1 ആവുന്നില്ല. ഓക്കെ, 9/10 1 കൂടുതലാണ്. അപ്പൊ 0.9 ഇത് കണ്ടോ, 1 ആവൂല.
ഇനി ഇവിടെ 99 ഇങ്ങനെയൊക്കെയാ വിചാരിക്കുക. അപ്പൊ ഇവിടെ നമ്മള് എന്ത് ചെയ്യണം? ഇതിനേക്കാൾ 1 കൂടുതലുള്ള 10,000 എടുക്കണം. അപ്പൊ ആൻസർ 0.9999 ഇങ്ങനെ വരിക. എത്ര എടുത്താലും അതൊരിക്കലും 1 ആവില്ല. അതുകൊണ്ട് 0 മുതൽ ഉണ്ട്, പക്ഷേ 1 തന്നെ അതിലില്ല. അതുകൊണ്ട് ഇതായിരിക്കും അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. പറയുമ്പം കുറെ പറയാണ്ട്, പക്ഷെ എഴുതുമ്പോ കുറച്ചുള്ളൂ. റീസൺ ഒന്നും എഴുതാക്കുവാണെങ്കിൽ നിങ്ങൾ ഈ സൈഡിലൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കുക. എക്സാമിന് ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ആ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മളെ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ, അതായത് ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു കാര്യങ്ങൾ പറയണം. ഫുൾ എടുക്കുകയല്ല. ആദ്യം നമ്മള് പഠിച്ച കാര്യം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. 2 സെറ്റുകൾ 1 to b equal to സെറ്റ് 2 4 ഇങ്ങനെ 2 സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇങ്ങനെ എഴുതുക. A cross B എന്നത് വായിക്കുക. അത് എഴുതുന്നത് ഇങ്ങനെയാണ്: 1 to 1 4 1 to 1 4 1 to 1 4 പിന്നെ 2 to 2 4 ഇങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ എഴുതുക. ഓക്കെ, ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റില് A cross B യില് ആകെയുള്ള എത്ര എലമെന്റ്സ് ഉണ്ട്? n of A cross B, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A cross B. അത് കിട്ടണമെങ്കിൽ ഈ രണ്ടെണ്ണത്തിന്റെ എലമെന്റ്സിന്റെ എണ്ണം അറിഞ്ഞാൽ മതി. എയിലെ എലമെന്റ്സിന്റെ എണ്ണവും ബിയിലെ എലമെന്റ്സിന്റെ എണ്ണവും മൾട്ടിപ്ലൈ ചെയ്താൽ പഠിപ്പിച്ചതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പിന്നെ A cross B യുടെ സബ്സെറ്റ് ആണ് നമ്മൾ റിലേഷൻ പറയുന്നത്. റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് A cross B. A cross B യുടെ സബ്സെറ്റുകളെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, A cross B എഴുതാൻ പഠിപ്പിച്ചു. റിലേഷൻ എന്താ പറഞ്ഞു, റിലേഷനിലെ പ്രോബ്ലംസ് ചെയ്തു. പിന്നീട് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിലേഷൻ തന്നെയാണ്. ഫംഗ്ഷൻ റിലേഷൻ തന്നെയാണ്. പക്ഷേ എവരി എലമെന്റ് ഇൻ എ ഹാസ് യുണീക്ക് ഇമേജ് ഇൻ ബി എന്ന് നമ്മൾ പറഞ്ഞു. എവരി എലമെന്റ് ഇൻ എ
as unique image in B. ആ ഫങ്ഷൻസ് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പഠിച്ചത്. അതിൽ ഐഡന്റിറ്റി ഫങ്ഷൻ, കോൺസ്റ്റന്റ് ഫങ്ഷൻ, അതുപോലെ തന്നെ പോളിനോമിയൽ, റാഷണൽ, സിഗ്നം ഫങ്ഷൻ, മോഡുലസ് ഫങ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫങ്ഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അവസാനം നമ്മൾ കുറെ ഡൊമൈനും റേഞ്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിലിടും. അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പോളിനോമിയൽ ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ, അതൊന്നും കൂടെ പറയും ചെറുതായി. പോളിനോമിയൽ ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞാലും പഠിച്ച പോളിനോമിയൽസ് തന്നെയാണ്. പക്ഷേ എക്സ് സ്ക്വയർ പ്ലസ് 8x+3 ഇതൊരു പോളിനോമിയലാണ്. എന്നാൽ ഇവിടെ -1 എന്നാണെങ്കിൽ പോളിനോമിയൽ അല്ല. കാരണം എക്സിന്റെ പവർ പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആയിരിക്കണം മാത്രമല്ല, പിന്നെ ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. ഇപ്പൊ ഇവിടെയൊക്കെ 8 ഒക്കെയാണ്. പക്ഷെ ഇവിടെ 2/3 എന്ന് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഓക്കെ, അപ്പൊ പോളിനോമിയൽ വരണമെങ്കിൽ ഈ എക്സിന്റെ പവറിലുള്ള എലമെന്റ്സ് 0, 1, 2, 3x ഇതേ വരാൻ പാടുള്ളൂ. 0 വരാം, x⁻0. ഓക്കെ, ഇനി x² + ഇപ്പൊ എക്സിന്റെ പവർ 1 അല്ല, എക്സിന്റെ √x പറഞ്ഞാല് x⁻1/2 ആണ്. അതുകൊണ്ട് ഇത് എന്തല്ല, പോളിനോമിയൽ അല്ല. ഇനി 3x+2 ഇത് പോളിനോമിയൽ ആണ്. പിന്നെ അതിന്റെ താഴെ ഒരു എക്സും കൂടി ഉണ്ട് വിചാരിക്കും. ഇപ്പൊ ഇത് പോളിനോമിയൽ അല്ല. ഇതാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് താഴെയും മുകളിലും എന്ത് വരണം, റാഷണൽ ആയിട്ടുള്ള പിന്നെ പോളിനോമിയൽ ആയിരിക്കണം. എന്നാല് ഇങ്ങനെ ബൈ ആയിട്ട് വരുന്ന റാഷണൽ ഫംഗ്ഷൻ പറയുന്നത്. ഇവിടെ റാഷണൽ ഫംഗ്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സ് ഒരിക്കലും ഇവിടെ 0 ആവാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് അവിടെ ഡൗട്ട് ഉണ്ടായെന്ന് ചോദിച്ചോളൂ. ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അതില് ചാപ്റ്റർ ഒന്നും കൂടി പഠിക്കട്ടോ. നിങ്ങള് ഡെയിലി എക്സാം നടത്തുന്നതേ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നിങ്ങൾ നോട്ട് ബുക്കിൽ അവിടെ നോക്കിയത് മാർക്ക് കുറഞ്ഞ് ആ ഗ്രൂപ്പിൽ വന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടാണ് ആ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഓക്കെ, അത് അല്ലെങ്കിൽ ശരിക്കും നിങ്ങളെ രക്ഷിതാക്കളെ നിങ്ങൾ പറ്റിക്കുകയാണ്. ഒരിക്കലും നോക്കി എഴുതരുത്, നോട്ട് ബുക്കിൽ ഡൗട്ട് തീർക്കരുത്. നിങ്ങൾ വളരെ കുറച്ചല്ലേ പഠിപ്പിക്കുന്നുള്ളൂ, ഒരു 1.5 മണിക്കൂറേ കുറച്ചുള്ളൂ. അപ്പൊ അതിന് വായിക്കുക, പഠിക്കുക, എന്നിട്ട് എക്സാം ചെയ്യാം. തട്ടിപ്പ് ചെയ്യുന്ന ആരും രക്ഷപ്പെടൂല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുക. ഇനിയും ടൈം ഉണ്ട്. നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ അതിന്റെ ഓർഡർ തന്നെ പോവാണ്. പിന്നെ കോംപ്ലക്സ് കഴിഞ്ഞോ? കോംപ്ലക്സ് നമ്പേഴ്സ് കഴിഞ്ഞടാ? കഴിഞ്ഞു. വേറെ ഏത് തുടങ്ങിയോ? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്സ് ഇൻഡക്ഷൻ തുടങ്ങി. ഇൻഡക്ഷൻ തുടങ്ങി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ ഇനി അടുത്തത് കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ്. കുറച്ച് സാവധാനം പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ അനീഫ സാറ് സാധാരണ തൊടാറില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് തേർഡ് ചാപ്റ്റർ ആണ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ നമ്മൾ 10th പഠിച്ചതാണ്. ഓക്കെ, അതിന്റെ ബാക്കി എന്നല്ല, നമ്മൾ ട്രിഗണോമെട്രി കംപ്ലീറ്റ് പഠിക്കുന്നത് ഇക്കൊല്ലം തന്നെയാണ്.
+2 ചെറിയൊരു ചാപ്റ്റർ ഉണ്ട്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, നമ്മൾ ഇതിൽ കുറെ ബൈഹാർട്ട് ചെയ്യാനുണ്ട്, കുറെ ഇക്വേഷൻസുകളുണ്ട്. ആ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് മാറും. അല്ലെങ്കിൽ എന്നും, അതായത് ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്നത് നമ്മൾ +1ലും +2ലും എത്രയോ സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ ആ റിസൾട്ട് അറിയില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ട്രിഗണോമെട്രി റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പല സ്ഥലത്ത് നമ്മൾ സ്റ്റക്ക് ആയിട്ട് പോകും. അപ്പോ ഓരോ റിസൾട്ടുകളും ശരിക്ക് പഠിക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്നത് ആംഗിൾസ് ആണ്. നമ്മള് കഴിഞ്ഞ കൊല്ലം ആംഗിൾസ് തന്നെയാണ് ട്രിഗണോമെട്രിയിൽ എത്തിയത്. ഒരു 45, 45, 90, 30, 60, 90 ഇതൊക്കെ വെച്ചിട്ടാ പറഞ്ഞത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത് എന്നാണ് ആദ്യം പറയുന്നത്. എങ്ങനെയാണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത് അതാണ് പറയുന്നത്. അപ്പോ ആംഗിൾ ഫോം ചെയ്യുന്ന വിധം, ഇതിനെ ഒരു റേ എന്നാണ് പറയാ, ഇതിനെ ലൈൻ സെഗ്മെന്റ് എന്നാണ് പറയാ, ഇതിനെ നമ്മൾ ലൈൻ എന്നാ പറയാം. മൂന്നും വ്യത്യാസമുണ്ട്. നമ്മൾ എല്ലാത്തിനും ലൈൻ എന്ന് പറയും. ദിസ് ഈസ് ദ ലൈൻ, ദിസ് ഈസ് ദ ലൈൻ സെഗ്മെന്റ്, ദിസ് ഈസ് ദ റേ. ലൈന് എൻഡ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും ഇല്ല. എന്നാൽ ലൈൻ സെഗ്മെന്റിന് സ്റ്റാർട്ടിംഗും ഉണ്ട്, എൻഡും ഉണ്ട്. റേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, പക്ഷെ എൻഡ് ഇല്ല. ഓക്കെ, അപ്പൊ ഒരു റേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആംഗിൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോ പിന്നെ ഒരു റേ, ഇതാണ് റേ എന്ന് വിചാരിക്കുക. ആ റേ എന്ന് പറയുന്നത് ഇതാണ് റേ. ആ റേ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ റേ ആദ്യം നിന്ന സ്ഥലം ഇതാണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം കണ്ടോ, ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആംഗിള് ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഇത് ഇപ്പൊ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. സാധാരണ ക്ലോക്ക് ഇങ്ങോട്ട് ഇങ്ങനെയല്ലേ ഇറങ്ങാം. അപ്പൊ ആന്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന റേ ഇവിടെ എത്തിപ്പോ ഇത് തന്നെയാണ് ഇവിടെ. അപ്പൊ ആദ്യം ആ റേ എവിടെയാണോ നിന്നിരുന്നത് അതിനെ നമ്മള് ഇനീഷ്യൽ സൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ആ റേ എവിടെയാണോ നിൽക്കുന്നത് അതിനെ അപ്പോൾ ടെർമിനൽ സൈഡ് എന്നാണ് വിളിക്കുന്നത്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതിനെ വേർട്ടെക്സ് എന്നാണ് വിളിക്കുക. ആന്റി ക്ലോക്ക് വൈസ് ആ റൊട്ടേറ്റ് ചെയ്തത്. അതായത് ഇവിടുന്ന് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് അങ്ങനെ കിട്ടുന്ന ആംഗിളിനെ നമ്മള് പോസിറ്റീവ് ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ആംഗിൾ എങ്ങനെ കിട്ടും? നെഗറ്റീവ് ആംഗിൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. നെഗറ്റീവ് ആംഗിൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, റേ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് താഴോട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന റേ ഇങ്ങോട്ട് താഴോട്ട് എത്തി, ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത. അപ്പോ ഈ ആംഗിൾ ഇപ്പൊ 30 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഇതിനെ 30 ഡിഗ്രി എന്നല്ല എഴുതുക, -30 ഡിഗ്രി എന്ന് എഴുതുക. എന്നാൽ ഇത് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടെങ്കിൽ മുകളിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്തതെങ്കിൽ ഇത് നമ്മൾ 30 ഡിഗ്രി തന്നെ എഴുതുക. അതായത് ആന്റി ക്ലോക്ക് വൈസ് താഴോട്ടാണെങ്കിൽ, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആംഗിൾ ആയിട്ടാണ് എടുക്കുക. അപ്പോ ഇതിനെ സ്റ്റാർട്ടിങ് റേ നമ്മൾ ഇനീഷ്യൽ സൈഡ് എന്ന് പറയും. അത് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ കിട്ടുന്ന ഈ ആംഗിളിന്റെ മെഷർമെന്റ് പോസിറ്റീവ് ആംഗിൾ ആയിട്ട് എടുക്കുക. ആ റേ എവിടെ എത്തിയോ അതിനെ ടെർമിനൽ സൈഡ് എന്ന് പറയും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് നമ്മൾ വേർട്ടെക്സ് എന്നാ പറയാം. അപ്പൊ ഈ ഫിഗർ ഒന്ന് വരച്ചെടുക്കും കേട്ടോ, അതിന്റെ കാര്യങ്ങൾ അവിടെ എഴുതുക.
ഇത് രണ്ടും വരക്കണേ. ഇത് നെഗറ്റീവ് ആംഗിൾ, ഇത് പോസിറ്റീവ്. പഠിച്ചു. ഓക്കെ. ഇനി നമ്മള് ആംഗിൾസ് എന്ന ഹെഡിങ് ആണ് കൊടുത്തത്. അപ്പോ ആംഗിൾ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നാ പറഞ്ഞത്. അപ്പോ ഒരാള് -30° എന്ന് നിങ്ങൾ എവിടെയും കണ്ടാൽ അതിന്റെ മീനിങ്, അതിന്റെ അളവ്, കോണളവ് 30 ഡിഗ്രി തന്നെയാണ്. പക്ഷെ അതിന്റെ റൊട്ടേഷൻ, ആ ആംഗിൾ ഫോം ചെയ്തിരിക്കുന്ന റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ. പോസിറ്റീവ് ആംഗിൾ ഇപ്പൊ 45 ഡിഗ്രി എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്, അതായത് പോസിറ്റീവ് ഡിഗ്രി ആണ്. അപ്പൊ റൊട്ടേഷൻ മാറുന്നു എന്ന ഈ നെഗറ്റീവ് കൊണ്ട് മീനിങ് ഉള്ളൂ. നമ്മൾ നെഗറ്റീവ് ആംഗിൾ കൂടി പഠിച്ചിട്ടില്ല. ഇനി 2 ടൈപ്പ് ആംഗിൾസ് ആണ് ഉള്ളത്. അതില് ആദ്യത്തേത് നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തേത് ഡിഗ്രി മെഷർ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡിഗ്രി മെഷർ ആണ്. ഓക്കെ. അപ്പൊ ഒന്നാമത്തത് ഡിഗ്രി മെഷർ. അതില് നമുക്ക് പുതുതായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോ എന്താണ് ഒരു ഡിഗ്രി? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് മെഷർമെന്റ് ആണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്? ഒരു ഡിഗ്രി നമുക്ക് പിന്നെ പ്രൊട്രാക്ടറിൽ കാണാൻ പറ്റും ഒരു ഡിഗ്രി എന്താണെന്നൊക്കെ. ഓക്കെ. നിങ്ങൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് 1 ഡിഗ്രി എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി? 1 ഡിഗ്രി എന്താന്ന് ചോദിച്ചാൽ എന്ത് മറുപടി തരും? എന്താണ് ആ മെഷർമെന്റ്? എന്താണ്? കേൾക്കുന്നില്ലേ? ഇനീഷ്യൽ സൈഡിന്റെ ടെർമിനലിലേക്ക് ഉള്ള അറിയുന്ന പക്ഷേ അറിയില്ല. ഓക്കെ. അപ്പോ ഈ 1 ഡിഗ്രി എങ്ങനെ കിട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർക്കിൾ പ്രൊട്രാക്ടറിലെ കാണാം 1 ഡിഗ്രി എന്ന് പറയുന്ന ഒരു അളവിലെ. അപ്പൊ നിങ്ങൾക്ക് ഏതും ചോദിക്കാം. എന്ത് 1 സെന്റിമീറ്റർ എങ്ങനെ കിട്ടി ഒക്കെ നമുക്ക് ചോദിക്കാം. ഇതൊക്കെ വേറുള്ള ആളുകൾ കണ്ടെത്തിയാണ്, നമ്മൾ കണ്ടെത്തിയൊന്നുമല്ല. നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു കേട്ടോ. അവരൊരു യൂണിറ്റ് നിർമ്മിച്ചുണ്ടാക്കിയതാണ്. ഓക്കെ. അപ്പോ അതിന് പ്രത്യേക അളവുകളുണ്ട്. എന്നാൽ 1 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു സർക്കിൾ. ആ സർക്കിളിൽ നമ്മള് 360 പാർട്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഞാൻ ഈ രൂപത്തിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാല് ഒരിക്കലും ഇത് 360 ഉണ്ടാവില്ല. ഇതിനേക്കാൾ അടുപ്പിച്ച ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ 360 പാർട്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടിന്റെ ആംഗിൾ ആണ് നമ്മൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ 1 ഡിഗ്രി എന്താ ഞാൻ പറഞ്ഞു? എന്ത്? 1/360. 360 ഒരു ഭാഗം എന്തിന്റെ? ഇൻ എ റെവല്യൂഷൻ. റെവല്യൂഷൻ പറഞ്ഞാല് ഒരു റൊട്ടേഷനില്. ഒരു റൊട്ടേഷനില് ഈ ഒരു സർക്കിളിലെ 360 പാർട്സ് ആക്കിയാൽ
അതിലെ ഒരു ഭാഗമാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി വെച്ചു ആദ്യം. If a rotation from the initial side, to terminal side is, if a rotation from the initial side to terminal side is 1/360th of a revolution comma, the angle is said to have a measure of 1 degree. അത്രയുള്ള ഒരു സർക്കിളിനെ 360 പാർട്സ് ആക്കിയാൽ അതിലൊരു പാർട്ട് മാത്രമാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 1 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഇതന്നെ 1 ഡിഗ്രി ഉണ്ടാവില്ല. ഇതൊരു 4 ഡിഗ്രി, പിന്നെ 1 ഡിഗ്രി കൂടുതലായിരിക്കും. ഇതൊരു 4 ഡിഗ്രി ഒക്കെ ഉണ്ടാവും, 5 ഡിഗ്രി ഒക്കെ ഉണ്ടാവും, 10 ഉണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അപ്പൊ ഈ 1 ഡിഗ്രി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈ 1 ഡിഗ്രിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് അതിനെ വീണ്ടും ഒരു 60 പാർട്സ് ആക്കുന്നു. 1 ഡിഗ്രി തന്നെ വളരെ ചെറുതാണ്. ഓക്കെ, നമ്മള് 1 ഡിഗ്രി നോട്ട് ബുക്കിൽ വരയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ പ്രൊട്രാക്ട് ചെയ്ത് വരയ്ക്കാൻ നോക്കിക്കൊണ്ടു. അപ്പൊ വളരെ അടുത്ത 2 വരകളായിരിക്കും. ഓക്കെ, അതുകൊണ്ട് 1 ഡിഗ്രി എന്ന് പറയുന്നത് തന്നെ വളരെ ചെറുതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 60 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 60 പാർട്സ് ആക്കട്ടെ. ആ 60 പാർട്സില് ഒരു ഭാഗത്തെ, 1 ഡിഗ്രിനെ 60 പാർട്ടാക്കി, അതിൽ ഒരു ഭാഗത്തെ നമ്മൾ 1 മിനിറ്റ് എന്നാണ് പറയുന്നത്. 1 മിനിറ്റ് എന്ന് ഇങ്ങനെ എഴുതുക. സമയമല്ല കേട്ടോ, ആംഗിളാ പറയണത്. 1 മിനിറ്റ് പറഞ്ഞാല് 1/60th ഓഫ് എ ഡിഗ്രി. 1 ഡിഗ്രിയുടെ 60ൽ ഒരു ഭാഗമാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആയിരിക്കും? 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആയിരിക്കും? 60 മിനിറ്റ്. 60 മിനിറ്റ് ചേരുമ്പം 1 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ഡിഗ്രി ആകുള്ളൂ. 15 മിനിറ്റ് എന്ന് പറഞ്ഞാല് 1/4 ഡിഗ്രി ആകുള്ളൂ. അപ്പൊ 60 മിനിറ്റ് ചേർന്നാൽ 1 ഡിഗ്രി ആകും. 120 മിനിറ്റ് എത്ര ഡിഗ്രിയാ? 2 ഡിഗ്രി. 2 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ എന്താണ്, മിനിറ്റ് ആണോ ഡിഗ്രി ആണോ വലുത്? ഡിഗ്രി. ഡിഗ്രി തന്നെയാ വലുത്. ഡിഗ്രിനെ ഡിവൈഡ് ചെയ്ത് കണ്ട മിനിറ്റ് ഉണ്ടാക്കണം. ഇനി ഇപ്പൊ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ചെറുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഈ 1 മിനിറ്റിനെ പിന്നെ വീണ്ടും ഒരു 60 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1 മിനിറ്റിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. 1 മിനിറ്റിനെ 60 പാർട്സ് ആക്കിയാല് അതിലൊരു ഭാഗം എത്രയോ ചെറുതായിരിക്കും ആംഗിള്. നമുക്ക് ഒരിക്കലും നോട്ട് ബുക്കിലൊന്നും വരയ്ക്കാനേ പറ്റില്ല. 1 ഡിഗ്രി 1 മിനിറ്റ് തന്നെ വരയ്ക്കാൻ പറ്റില്ല. 1 ഡിഗ്രി തന്നെ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഒരു മിനിറ്റിനെ 60 പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം, ആ ഒരു ഭാഗത്ത് നമ്മള് ഒരു സെക്കൻഡ് എന്ന, സെക്കൻഡ് ഇങ്ങനെ 2 വരും. ഓക്കെ, അപ്പോ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് ചേരേണ്ടി വരും? 60 സെക്കൻഡ് ചേർന്ന് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ടൈമായിട്ട് കമ്പയർ ചെയ്യാം. 60 സെക്കൻഡ് ആണല്ലോ 1 മിനിറ്റ്. 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ. മണിക്കൂറിന് വേറെ ഡിഗ്രി ആവുന്നിരിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളൂടെ എഴുതി വെക്കുക കേട്ടോ. കൂടുതലായിട്ട് പഠിക്കേണ്ടതില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണതൊക്കെ.
1 ഡിഗ്രി ആണ് 60 മിനിറ്റ്. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാ 60 മിനിറ്റ് എന്ന്. 1 മിനിറ്റ് ഈക്വൽ 60 സെക്കൻഡ്. അത് രണ്ടൊന്ന് എഴുതുക. ഞാനിവിടെ വരച്ചിരിക്കുന്ന ഈ ചിത്രത്തില് എന്തെങ്കിലും തെറ്റുണ്ടോ? മൈനസ് എന്ന് പറയണം അല്ലെ. മൈനസ് എന്ന് എഴുതുന്നത് കാരണം റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ് കേട്ടോ. അപ്പൊ ഇതും കൂടി ഒന്ന് വരച്ച്. അപ്പോൾ ഡിഗ്രി മെഷർ എന്താന്ന് പറഞ്ഞു, എങ്ങനെയാ 1 ഡിഗ്രി കിട്ടിയെന്ന് പറഞ്ഞു, എന്ത് അളവാണെന്ന് പറഞ്ഞു, 1 മിനിറ്റ് പറഞ്ഞു, 1 സെക്കൻഡ് പറഞ്ഞു. ഇതിൽ ഏറ്റവും ചെറുതാണ് 1 സെക്കൻഡ് പറയുന്നത്. ഓക്കെ, അപ്പോ പിന്നെ അടുത്ത മെഷർമെന്റ് ഡിഗ്രി മെഷറിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാത്ത ഒരു മെഷർമെന്റ് ആണ് റേഡിയൻ മെഷർ എന്ന് പറയും. റേഡിയൻ മെഷർ ആണ് അടുത്തത്. ഓക്കെ, ഈ നമ്മള് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പം 1 കിലോമീറ്റർ എന്ന് പറയാറുണ്ട്, 1 മീറ്റർ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ഓരോ യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പോ പിന്നെ ഇതൊക്കെ ഡിസ്റ്റൻസ് തന്നെയാ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ആംഗിൾ അളക്കുന്ന ചില മെഷർമെന്റ് ആണെന്ത്, ഒന്ന് ഡിഗ്രി മെഷർ, അത് നമ്മൾ സാധാരണ പഠിച്ച മെഷർമെന്റ് ആണ്. ഇത് റേഡിയൻ മെഷർ. ഇനി എന്താണ് റേഡിയൻ മെഷർ നോക്കാം. ഒരു റേഡിയൻ നമ്മൾ 1 ഡിഗ്രി എന്നൊക്കെ എഴുതുന്ന പോലെ ഇവിടെ ഒരു റേഡിയൻ എഴുതുക ഇങ്ങനെയാ, 1ന്റെ മുകളിൽ സി എന്ന് കൊടുക്കുക. അത് 1 നമ്മള് ഇങ്ങനെയൊക്കെ എഴുതിയിരുന്നു അല്ലെ. ഇത് എ കോംപ്ലിമെന്റ് ആണ്. ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിരുന്നു ഇങ്ങനെ എഴുതിയാലും കോംപ്ലിമെന്റ് ആണ്. പക്ഷെ ടെസ്റ്റിന് എക്സാം വന്നപ്പോ പലർക്കും ഡൗട്ട് ഇത് എന്താന്നുള്ളത്. അത് ശരിക്കും കേൾക്കാത്തതുകൊണ്ടാണ്. എ കോംപ്ലിമെന്റ് ഞാൻ പറഞ്ഞിരുന്നു പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോ എ കോംപ്ലിമെന്റ്, ഇതും ഇത് എ കോംപ്ലിമെന്റ് അല്ല, 1 കോംപ്ലിമെന്റ് അല്ല, 1 റേഡിയൻ ആണ് വായിക്കുക. 1 റേഡിയൻ കേട്ടോ. 1 ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലെ 1 റേഡിയൻ. ഇനി എങ്ങനെയാ, എന്താണ് 1 ഡിഗ്രി എന്താന്ന് ഞാൻ പറഞ്ഞു. ഒരു സർക്കിളിലെ 360 പാർട്സ് ആക്കിയിട്ട് അതിലൊരു പാർട്ടാണ് 1 ഡിഗ്രി പറയുന്നത്. അപ്പൊ എന്താണ് ഇനി റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ, 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അത് നമ്മൾ സർക്കിളുമായി ബന്ധപ്പെട്ട് ചെയ്യും. ഓക്കെ, ഒരു സർക്കിളിന് അതിന്റെ റേഡിയസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതും റേഡിയസ് തന്നെയാണ്. ഇവിടെ ഈ ഒരു ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഒരു ആർക്ക് ലെങ്ത് ഉണ്ട്, അത് L ആണ് വിചാരിക്കുക. അപ്പോ ഈ എല്ലിന്, ഈ ആർക്ക് ലെങ്തിനെ നമ്മൾ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു നമ്പർ നമുക്ക് കിട്ടും. ഈ ആർക്ക് ലെങ്തിനെ, കാരണം 2 പോയിന്റുകളാണ്, ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് കണ്ടാൽ 90 ആണെന്ന് തോന്നും. ഓക്കെ, അത് അളന്ന് നോക്കിയെങ്കിലും അറിയുള്ളൂ എത്ര കറക്റ്റ്. 90 ഇല്ല തോന്നുന്നു, ഒരു പിന്നെ 88 85 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ആംഗിള്, ഈ കൺഫ്യൂഷൻ ഉണ്ടാവണം, ഞങ്ങൾ കുറച്ച് മാറ്റി വരയ്ക്കും. അത് 90 ആണ് എല്ലായ്പ്പോഴും വിചാരിക്കരുത്. അപ്പൊ ആർക്ക് ലെങ്ത് ഇതുവരെ ഉണ്ടാവും. ഓക്കെ, ഈ എല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ആൻസർ ഉണ്ടാവും. ഇതൊരു ലെങ്ത് ആണ്, ഡിസ്റ്റൻസ് ആണിത്, ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത്. ഓക്കെ, ആ ലെങ്തിനെ എന്ത് ചെയ്യുന്നു, റേഡിയസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന ആ നമ്പർ, അതിനെയാണ് നമ്മള് റേഡിയൻ എന്ന് പറയും. 1 റേഡിയൻ എന്ന് പറയും. ഓക്കെ, 1 റേഡിയൻ അല്ല, എത്രയാണോ കിട്ടുന്നത് അത്ര റേഡിയൻ. ഓക്കെ,
അപ്പോ L/R നമ്മൾ റേഡിയനെ തീറ്റ കൊണ്ടാണ്, ഇതൊരു ആംഗിൾ ആണ്. ഈ എല്ലിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ നമ്പറിനെ നമ്മൾ തീറ്റ റേഡിയൻ എന്നാണ് പറയാ. ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഒരു സർക്കിൾ എടുത്തു, എന്നിട്ട് ഇവിടെ തൊട്ട് ഇതുവരെ മാർക്ക് ചെയ്തു. ഈ ഒരു ലെങ്ത് 8 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ സെന്ററിലേക്ക് വരച്ചു. അപ്പോ റേഡിയസ് നോക്കിയപ്പോ ഒരു 4 സെന്റിമീറ്റർ ആണുള്ളത്. അപ്പോ നമ്മൾ ഈ എല്ലിനെ, അതായത് എല്ല് പറയുന്ന ആർക്ക് ലെങ്ത്, എല്ല് ഇവിടെ 8 ആണ്, 6 പറയുന്നത് 4 ആണ്. അപ്പൊ എല്ലിനെ 6 കൊണ്ട് ഡിവൈഡ്, അതായത് 8നെ 4 കൊണ്ട് ഡിവൈഡ് 2. ഈ 2 ആണ് തീറ്റ. തീറ്റ ഈക്വൽ ടു L/R. L/R ഈക്വൽ തീറ്റ. അതായത് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ ഇത് 2 റേഡിയനാണ് അർത്ഥം. ഓക്കെ, 2 റേഡിയൻ ആണ് ഈ ഒരു മെഷർമെന്റ്. എങ്ങനെ ചെയ്യും? ഇത്ര പണിയുള്ളൂ. ഈ ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 ആണ്. അപ്പൊ ഈ ആംഗിൾ 2 റേഡിയൻ ആയിരിക്കും. 2 റേഡിയൻ ആയിരിക്കും. അപ്പോ 1 റേഡിയൻ കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം? നമുക്ക് 1 റേഡിയനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ ആർക്ക് ലെങ്തിനെ നമ്മൾ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 റേഡിയൻ എന്നാണ് കിട്ടിയത്. ഇവിടെ 1 റേഡിയൻ കിട്ടണമെങ്കിൽ എങ്ങനെ എടുക്കേണ്ടി വരും? നമ്മൾ ആർക്ക് ലെങ്ത്തും റേഡിയസും ഈക്വൽ ആയിട്ട് എടുക്കാം. വെരി ഗുഡ്. ആർക്ക് ലെങ്ത്തും റേഡിയസും സെയിം ആയിട്ട് എടുത്താൽ മതി. അതായത് ഇതിന്റെ ലെങ്ത് 4 ആണെങ്കിൽ ഈ റേഡിയസും 4നെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 റേഡിയൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ഒക്കെ ചെയ്ത് നോക്കാം, വീട്ടിൽ നിന്ന് സാവധാനം ചെയ്ത് നോക്കാം. അതായത് ഈ ലെങ്ത് അളക്കാൻ കുറച്ച് പണിയാണ്, നൂല് മേടിച്ചിട്ട് ലെങ്ത് അളക്കേണ്ടത്. ഇതൊരു 4 എടുക്കുക, റേഡിയസും പോരുന്നിട്ട് പിന്നെ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഈ ആംഗിൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക സാധാരണ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട്. അപ്പൊ മനസ്സിലാവും ഒരു റേഡിയൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ്, ഇതാണ് റേഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒരു നോട്ടാക്കിട്ട് എഴുതാം. അപ്പൊ 1 റേഡിയൻ ആവണമെങ്കിൽ ഈ ലെങ്ത് ഓഫ് ദി ആർക്കും റേഡിയസും സെയിം ആയിട്ട് എടുക്കുന്ന, അങ്ങനെ വരുന്ന ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിളിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഒന്ന് എഴുതാം, എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. എഴുതിക്കോളൂ. ആംഗിൾ റേഡിയൻ മെഷർ എന്ന ഹെഡിങ് എഴുതാനായിട്ട് എഴുതുക. ആംഗിൾ സബ്ടെൻഡഡ്, ആംഗിൾ സബ്ടെൻഡഡ്, ആംഗിൾ സബ്ടെൻഡഡ് at the center, at the center by an arc of length, subtended at the center by an arc of length 1 unit, arc of length 1 unit in a unit circle, arc of length 1 unit in a unit circle. The unit circle, ഒരു യൂണിറ്റ് ഉള്ള റേഡിയസ് 1 സെന്റിമീറ്റർ, 1 വരുന്ന റേഡിയസ് കേട്ടോ. 1 unit is said to have a measure of 1 radian. Is said to have a measure of 1 radian. എന്താ പറഞ്ഞത്? ആംഗിൾ സബ്ടെൻഡഡ് at the center by an arc of length 1. Arc of length 1, ആർക്കിന്റെ ലെങ്ത് 1 ആണ്. ഇത് യൂണിറ്റ് സർക്കിൾ, യൂണിറ്റ് സർക്കിൾ പറയുന്നത് റേഡിയസ് 1 ആയിരിക്കും. ഇപ്പൊ 2 സെയിം ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 1 റേഡിയൻ ആയിരിക്കും. ഇത് രണ്ടും 1 ആവണമെന്നില്ല. ഇത് 2 2 ആയാലും മതി, ഇത് 2 3 ആയാലും മതി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് 1 ഇത് 1 ഇത് 1 റേഡിയൻ. അപ്പൊ ഞാൻ കഴിഞ്ഞാലും ചോദിച്ചു ഇതും 2 ഇതും 2, അപ്പൊ ഇത് എത്ര റേഡിയൻ ആയിരിക്കും? എത്ര റേഡിയനാ? 1 റേഡിയൻ. 1 തന്നെയാണ്. ഓക്കെ, 2 2 വരുമ്പോ ഇത് 2 റേഡിയൻ അല്ല, 1 തന്നെയാണ്. 2/2 അവര് 1 റേഡിയൻ.
അതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ ഫിഗർ വരയ്ക്കുക, ഇതൊന്ന് എഴുതിക്കുക. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലേ L = എന്ത് കിട്ടും? R തീറ്റ അല്ലെ, തീറ്റ അല്ലെങ്കിൽ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രമായിട്ട് എക്സാമിൽ ചോദിക്കാറുണ്ട്. ചിലപ്പോ ഇതായിരിക്കും ചോദിക്കുക, L/R = തീറ്റ അല്ലെങ്കിൽ L = R തീറ്റ. വാട്ട് ഈസ് L? വാട്ട് ഈസ് L? ലെങ്ത് ഓഫ് ദി ആർക്ക്. ഓക്കെ, R റേഡിയസ് അല്ലേ, തീറ്റ ആംഗിൾ ആണ് ഇൻ റേഡിയൻ മെഷർ കേട്ടോ, ഡിഗ്രി മെഷർ അല്ല, ഇത് റേഡിയൻ മെഷർ ആണ് തീറ്റ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചത്. L = R തീറ്റ. ഈ നമ്മള് പിന്നെ ഇപ്പൊ ഇതിപ്പോ റേഡിയൻ മെഷർ നമ്മൾ അളന്നു, നമ്മളെ പിന്നെ ഉപകരണമൊന്നുമില്ല. അപ്പൊ ഡിഗ്രിയിൽ അളന്നിട്ട് പിന്നെ റേഡിയനിലേക്ക് മാറ്റേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് ഒരു ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ റേഡിയൻ മെഷറിനെ എങ്ങനെയാണ് ഡിഗ്രി മെഷറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു സർക്കിള് ഞാൻ എടുത്തു. സർക്കിൾ എടുത്തിട്ട് പിന്നെ സാധാരണ തീറ്റ നമ്മൾ കാണുന്നത് L-നെ R കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് തീറ്റ റേഡിയൻ എന്ന് കിട്ടാൻ. അപ്പൊ ഞാനിവിടെ ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് ഈ സർക്കിൾ കംപ്ലീറ്റ് ആണ്. അങ്ങനെ എടുക്കാലോ, സർക്കിളിന്റെ ഭാഗമാണല്ലോ L അറിയണത്. ഇപ്പൊ ഞാൻ എടുക്കുന്ന സർക്കിൾ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ റേഡിയസ് R ആണ്, റേഡിയസ് R. അപ്പൊ നമ്മള് ഈ ആർക്ക് ലെങ്തിനെ R കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സർക്കിൾ ഇപ്പൊ ഇത്ര ഭാഗം എടുത്താൽ അത് അളന്നു നോക്കുക തന്നെ വേണം. പക്ഷെ സർക്കിൾ കംപ്ലീറ്റ് ആർക്കാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിന്റെ ലെങ്ത് അത് പറയാൻ കഴിയുമല്ലോ. അതെന്താ? സർക്കിൾ കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആർക്ക് ലെങ്ത് പറയാൻ പറ്റും. അതെന്താ? പെരിമീറ്റർ ആവൂലേ, ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആയിട്ട് മാറൂലേ. പെരിമീറ്റർ ഒക്കെ അറിയാം സർക്കിളിന്റെ. ഇതാ 2πr അല്ലേ, 2πr ആണ് ശരിക്കും ഈ ലെങ്ത് ആണ്. പക്ഷെ ഇത് നമ്മൾ കംപ്ലീറ്റ് എടുക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ് പെരിമീറ്റർ സർക്കംഫറൻസ് വരും, അത് 2πr ആണ് ഡിവൈഡഡ് ബൈ R = 2π. ഈ 2π എന്ന് പറയുന്നത് തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ റേഡിയൻ മെഷറിലാണ്. അപ്പൊ ഇത് 2π റേഡിയൻ എന്നാണ് അല്ലെ, 2π റേഡിയൻ. നമ്മൾ ശരിക്കും ആംഗിൾ കാണുന്നത് ഇതാണല്ലോ അല്ലെ. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ആംഗിൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു കംപ്ലീറ്റ് ആംഗിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഡിഗ്രി എത്രയാ വരിക? ആംഗിൾ എത്രയാ ഡിഗ്രി വരിക? 360 ഡിഗ്രിയാണ് വരിക. 360 ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് എടുത്താൽ 360 ഡിഗ്രിയാണ് വരിക. ഓക്കെ, ഇത് 360 ഡിഗ്രി ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു പിന്നെ ഇതിങ്ങനെ കൊണ്ട് റൊട്ടേറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഒരു ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈ 360 ആണ്. അതായത് 360 ഡിഗ്രി എന്ന് പറയുന്നത് തന്നെയാണ് 2π റേഡിയൻ എന്ന് പറയുന്നത്. 2π റേഡിയൻ എന്ന് പറയുന്നത് ഞാനിവിടെ 360 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും 360 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് 360 / 360 എന്നുള്ള 1 ഡിഗ്രി എന്നായി.
ഇവിടെ ഈ 2ഉം 360 കട്ട് ചെയ്താൽ 5/180 റേഡിയൻ എന്നായിട്ട് മാറും. അതിന്റെ മീനിങ് 1 ഡിഗ്രിനെ റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ്. കാരണം ഇതിനെ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് കിട്ടുക. കാരണം 1 × 5/180 പറഞ്ഞാൽ 5/180. അതായത് ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് ഇത് മാത്രം ഓർത്താൽ മതി. റേഡിയൻ മെഷർ കിട്ടാന് എന്ത് ചെയ്യണം? ഡിഗ്രി മെഷറിനെ 5/180 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യണം. ഡിഗ്രി മെഷറിനെ എന്ത് ചെയ്യണം? 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിഗ്രി മെഷറിനെ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയൻ മെഷർ കിട്ടും. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി മെഷർ കിട്ടാൻ റേഡിയൻ മെഷറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 180/5. 180/5. ഇത് നേരെ തിരിച്ചിട്ടാ മതി. അപ്പൊ 5/180 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അത് റേഡിയൻ മെഷർ ആയിട്ട് മാറും. 180/5 കൊണ്ട് റേഡിയൻ മെഷറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഡിഗ്രി ആയിട്ട് മാറും. അപ്പൊ ഈ ഭാഗം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് എഴുതി. ഇനി നമുക്ക് ചില ഡിഗ്രി മെഷറുകൾ റേഡിയൻ മെഷറിലേക്കൊന്ന് മാറ്റി നോക്കാം കേട്ടോ. ആദ്യം 30 ഡിഗ്രി. 30 ഡിഗ്രിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ആ 30നെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5/180. 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യാം. 180 30 6 വട്ടം ഉണ്ടാവും. അതുകൊണ്ട് 5/6 ആണ്. അത്രയും റേഡിയൻ ആണ്. ഇത് പൈന്റെ വാല്യൂ നമ്മൾ 3.14 അങ്ങനെയൊന്നും എഴുതാറില്ല. പൈ തന്നെ എഴുതുക. 5/6 ആണ് 30 ഡിഗ്രി എന്ന് പറയാം. ബൈഹാർട്ട് ചെയ്യേണ്ട സംഗതി അത് ബൈഹാർട്ട് ചെയ്യാൻ തുടങ്ങിക്കോളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി L = R⁻θ. അപ്പൊ ഈ ചാപ്റ്ററിൽ കുറെ ബൈഹാർട്ട് ചെയ്യേണ്ടതും. അപ്പം നോട്ട് ബുക്കിന്റെ ബാക്കിലോ രണ്ടാളുകൂടി നോട്ട് ഒന്നിച്ച് ആകെ കൂട്ടിമുട്ടാൻ നിൽക്കേണ്ട. വേറെ വേറെ ബുക്കിൽ എഴുതിക്കൊണ്ടു. കാരണം കുറെ എഴുതാണ്ടാവും. നമുക്ക് 16 ചാപ്റ്റർ ഉണ്ട്. ആ 16 ചാപ്റ്റർ പ്രോഗ്രസ് ചെയ്യുമ്പോൾ 4-5 ബുക്കുകളൊക്കെ തീരും. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പിശുക്കുത്തരം കാട്ടണ്ട. ഓക്കെ, അപ്പോ നോട്ട് ബുക്കിന്റെ ബാക്കിൽ ഇത്തരം ഇക്വേഷൻസുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ സുഖമായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പോ 30 ഡിഗ്രി പറഞ്ഞാൽ 5/6 റേഡിയൻ ആണ്. ബൈഹാർട്ട് ചെയ്യാനുള്ള ഒന്നാണ്. 30 ഡിഗ്രി = 5/6 റേഡിയൻ. ഓക്കെ, വേറൊന്ന് 45 ഡിഗ്രി. 45 × 5/180. 180 എത്ര 45 ഉണ്ട്? 4. അതുകൊണ്ട് 5/4 റേഡിയൻ. 45 ഡിഗ്രി പറഞ്ഞാൽ 5/4 ആണ്. ഇനി നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. അടുത്തത് 60 ഡിഗ്രി, 90 ഡിഗ്രി,
180 degree to 70 degree 360 degree. ഇത് എഴുതിയെടുത്തിട്ട് ഈ 5 ഒന്ന് ചെയ്തു കേട്ടോ. ചെയ്യുമ്പോ പരമാവധി സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. ശരി. ചെയ്താ 60 എന്തായിട്ട് 5/3 റേഡിയൻ. 5/3 റേഡിയൻ. 90 5/2 റേഡിയൻ. 5/2 റേഡിയൻ. 180 5/1 റേഡിയൻ. 5/1 വേണ്ട, പൈ എന്ന് പറയും കേട്ടോ. 5 റേഡിയൻ. 270 3 into 5/2 റേഡിയൻ. 3π ഉണ്ടാവും അല്ലേ? 2 ഇല്ലേ? 3π/2 റേഡിയൻ. ഓക്കെ. Then 360 2π. ഇതിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത് കേട്ടോ. നമ്മൾ ആ റിസൾട്ട് കണ്ടെത്തി ഇവിടെ നിന്നാ 2π റേഡിയൻ ആണ് 360 ഡിഗ്രി എന്ന് തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഓർത്താൽ മതി, വളരെ പെട്ടെന്ന് ഇത് ക്ലിയർ ആകും. പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ അതിന്റെ ഈ പൈന്റെ ഇരട്ടിയാണല്ലോ 2π, അപ്പൊ 360 ഡിഗ്രി. ഈ പൈന്റെ പകുതിയാണല്ലോ π/2, അപ്പൊ 90 ഡിഗ്രി. അപ്പൊ പൈ എന്നുള്ളത് 180 ആണെന്ന് ഓർത്താ പൈ ഈക്വൽ ടു 180 അല്ല കേട്ടോ. ശരിക്കും അങ്ങനെ പല ആളുകൾ എഴുതും പൈ ഈക്വൽ ടു 180 എന്ന്. ഇത് തെറ്റാണ്. പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി എന്നാണ്. ഇതാണ് കറക്റ്റ് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ എഴുതിയാൽ തെറ്റൊന്നും ഇടൂല. അപ്പൊ പൈ അറിയണം 180. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നോക്കൂ. 150നെ 6 കൊണ്ട് ഹരിച്ചാൽ 30 ആണ്. 150നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 45 ആണ്. 150നെ 3 കൊണ്ട് ഹരിച്ചാൽ 60 ആണ്. 150ന്റെ പകുതിയാണ് 90. അങ്ങനെ ഓർക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് നിർത്തുകയാണ്. നിങ്ങൾ ഇതും കൂടി ഒന്ന് ഹോംവർക്കായി ചെയ്യുക കേട്ടോ. -25 240 degree 520 degree. ഈ 3 കൂടി ഒന്ന് ചെയ്യാം. പിന്നെ ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. പിന്നെ ഇതില് ഞാൻ ഇവിടുന്ന് തൊട്ട് ഇതുവരെ 30, 45, 60, 90, 180, 270, 360 ഇത്രയും കാര്യങ്ങള് ബൈ ഹാർട്ട് ചെയ്ത്, അതായത് ഈ ക്ലാസ്സിലത്തെ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ കേട്ടോ. ഓക്കെ. ഇത് ഞാൻ ഓരോരുത്തരോടായി ചോദിക്കും. ഏത് ഈ ഡിഗ്രി കേസുകൾ 30, 45, 60, 90, 180, 270, 360 പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ്, അല്ലെങ്കിൽ 3π/2 പറഞ്ഞാൽ എത്ര ഡിഗ്രി ആണ്. ഈ കാര്യം പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരേണ്ടത് കേട്ടോ. ലാസ്റ്റത്തെ ഡിഗ്രി ഏതാ? 520 ഡിഗ്രി. 360 വരല്ലേ ആംഗിളുള്ളൂ? അങ്ങനെ ചോദ്യമില്ല, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ. നമ്മള് 360 വരെ ഒന്നും അല്ല ആംഗിൾ. ഇപ്പോ ഞാൻ പറഞ്ഞു റൊട്ടേഷൻ വഴി ആണ് ആംഗിൾസ് ഉണ്ടാകുക എന്നുള്ളത് അല്ലെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ പറയാൻ വിട്ടുപോയതാണ്. ഏതായാലും അവിടെ പറയും. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിയാൽ 90 ആയി. അപ്പൊ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ 180 ആയി. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ 270 ആയി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 360 ആയി. ഇത് റൊട്ടേഷൻ നിൽക്കുന്നില്ലല്ലോ. റൊട്ടേഷൻ വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു റൊട്ടേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് അത് 720 ഡിഗ്രി ആയിട്ട് മാറും കേട്ടോ. പക്ഷെ ഈ 360 ഡിഗ്രി ആണെങ്കിലും 760 ഡിഗ്രി ആണെങ്കിലും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരാളെ പിന്നെ
ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ അയാള് ഗ്രൗണ്ടിൽ നമ്മളെ ഒരു റൗണ്ട് ഇങ്ങനെ ഓടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഒരാൾ. ഓക്കെ, എ എന്ന് പറയുന്ന ആള് ഒരു റൗണ്ട് ഓടിയിട്ട് അപ്പൊ 360 അയാള് സഞ്ചരിച്ചത്. എന്നാൽ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? 2 റൗണ്ട് ബി എന്നാൽ 2 റൗണ്ട് ഓടിയിട്ടാണ് ഇവിടെ വന്നത്. രണ്ടാൾക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരാൾ നല്ലോണം കിതക്കുന്നുണ്ടാവും, ഒരാൾ അത്ര ഉണ്ടാവില്ല. ആ ഒരു വ്യത്യാസമുള്ളൂ. സംഗതി 2 ഫലത്തിൽ ഒന്നാണെങ്കിലും അവിടെ വർക്ക് ചെയ്ത് കൂടുതൽ വർക്ക് ചെയ്ത് ഇയാളാണ്. അപ്പൊ ഒരു റൊട്ടേഷൻ പറയുന്നത് 360 ആണ്, 2 റൊട്ടേഷൻ ആവുന്നത് 720 ആവും, 3 റൊട്ടേഷൻ ആണെങ്കിൽ വീണ്ടും 360 ചേർന്നിട്ട് അങ്ങനെ ചെയ്യും. അത് അടുത്ത ക്ലാസ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ ടുഡേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.